നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 കിലോ കൊപ്രയ്ക്ക് 220 രൂപ, ആട്ടിയാൽ കിട്ടുക 650 ഗ്രാം. വെളിച്ചെണ്ണയുടെ വില 200 രൂപ മുതൽ വ്യാജന്മാർ വാഴുന്നു, സൂക്ഷിക്കുക. മലയാളികൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വെളിച്ചെണ്ണ. പാചകം ചെയ്യാനുള്ള ഓയിലുകൾ നിരവധി ഉണ്ടെങ്കിലും മലയാളികൾക്ക് ഭക്ഷണം രുചികരമാകണമെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാതെ പറ്റില്ല. കറികളിലും ഉപ്പേരികളിലും വറവുകളിലുമെല്ലാം വെളിച്ചെണ്ണ നിർബന്ധം. ചമ്മന്തി മുതൽ ബിരിയാണി വരെയും വെളിച്ചെണ്ണ എവിടെയും എപ്പോഴും ആവശ്യം. എന്നാൽ നമ്മൾ കഴിക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യം തകർക്കുന്ന ഒന്നാണെങ്കിലോ? ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിരവധി വ്യാജ വെളിച്ചെണ്ണകളാണ് നമ്മുടെ കടകളിൽ വിൽപ്പനയ്ക്കെത്തുന്നത്. വില കുറവ് കണ്ട് സാധാരണക്കാർ ഇത്തരം വെളിച്ചെണ്ണകൾ ധാരാളമായി വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥ വെളിച്ചെണ്ണ അല്ല ഇവ എന്നതിനാൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണ്. ചെറിയ പണത്തിൻ്റെ ലാഭം വരുത്തി വെക്കുക വലിയ വെല്ലുവിളികൾ ആകുമെന്ന് സാരം. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വൻകിടക്കാരാണ് വ്യാജ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വ്യാജൻ. തമിഴ്നാട്ടിലെ മൊത്ത കച്ചവടക്കാരിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങി വിവിധ പേരുകളിൽ റീബ്രാൻഡ് ചെയ്താണ് വിപണിയിൽ എത്തുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം വെളിച്ചെണ്ണ എത്തുന്നുണ്ട്. പാക്കറ്റുകളിലും കുപ്പികളിലുമായി ഇത്തരം വ്യാജന്മാർ വിലസുന്നുണ്ട്. മലബാർ മേഖലകളിലാണ് ഇവ കൂടുതൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. അതിർത്തി കടന്നെത്തുന്ന വെളിച്ചെണ്ണയെ ആരോഗ്യവകുപ്പും ഭക്ഷ്യവകുപ്പും ഒന്നും കണ്ടിട്ടുമില്ല. കൊപ്രയേക്കാൾ വിലക്കുറവിലാണ് വെളിച്ചെണ്ണ കിട്ടുന്നത് എന്നത് തന്നെ ഇതിലെ പിന്നിലെ തട്ടിപ്പ് വെളിപ്പെടുത്തുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് കൊപ്രയേക്കാൾ വിലക്കുറവ്. 1 കിലോ കൊപ്രയ്ക്ക് 220 രൂപ വിലയുള്ളപ്പോൾ തന്നെ വെളിച്ചെണ്ണ ലഭിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ വിലയിലാണ്. 200 രൂപ മുതൽ പാക്കറ്റ് വെളിച്ചെണ്ണ ലഭ്യമാണ്. 260 രൂപ വരെയും ഇത്തരത്തിൽ ഉള്ള വെളിച്ചെണ്ണകൾ ലഭിക്കുന്നുണ്ട്. 220 രൂപ 1 കിലോ കൊപ്രയ്ക്ക് നൽകേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുക 650 ഗ്രാം വെളിച്ചെണ്ണയാണെന്ന് കൂടി ഓർക്കണം. അതായത് 300 രൂപയുടെയെങ്കിലും കൊപ്ര മില്ലിൽ നിന്നാട്ടിയാലേ 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടൂ. പാക്കിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് ചെലവുകളും ലാഭവും കണക്കാക്കിയാൽ കുറഞ്ഞത് എത്ര വില നൽകേണ്ടി വരും 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചെറുകിട മില്ലുകളിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന വെളിച്ചെണ്ണയ്ക്ക് 340 രൂപ മുതൽ 360 രൂപ വരെയാണ് വില. ഗ്രാമപ്രദേശങ്ങളിലാണ് പൊതുവിൽ ഈ വിലയ്ക്ക് ലഭിക്കുന്നത്. പാക്കിംഗ് ഉൾപ്പെടെയുള്ള ചെലവുകളോ പ്രിസർവേറ്റീവുകളോ ഒന്നും ചേർക്കാതെയാണ് നേരിട്ട് ഈ വിലയ്ക്ക് ലഭിക്കുന്നത്. ഇത്തരം ശുദ്ധമായ വെളിച്ചെണ്ണകൾ പാക്കറ്റുകളിലോ കുപ്പികളിലോ ആക്കി വിപണനത്തിനെത്തിക്കുമ്പോൾ വില വീണ്ടും വർദ്ധിക്കും. ഈ സാഹചര്യം ഉള്ളപ്പോഴാണ് 100 രൂപയോളം കുറച്ച് വെളിച്ചെണ്ണ മനോഹരമായി പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുന്നത്. പാരഫിൻ എന്ന വില്ലൻ. പെട്രോളിയം ഉൽപ്പന്നമായ പാരഫിൻ ആണ് ഇത്തരം വെളിച്ചെണ്ണകളിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്നത്. വെളിച്ചെണ്ണ പോലെ തന്നെ ഇതിന് പ്രത്യേക നിറവും മണവും ഇല്ലാത്തതിനാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ചില ഹെയർ ഓയിലുകളിലും മോയ്സ്ചറൈസറുകളിലും ലിക്വിഡ് പാരഫിൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ചർമ്മത്തിന് പുറത്ത് പരട്ടാൻ പറ്റുമെങ്കിലും ശരീരത്തിനകത്ത് ചെന്നാൽ ആള് വില്ലനാകും. ലോകാരോഗ്യ സംഘടനയുടെ അതായത് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ IARCയുടെ കണക്കനുസരിച്ച് ശുദ്ധീകരിക്കാത്ത പാരഫിൻ ഓയിലുകൾ വരുത്തുന്ന ഏറ്റവും വലിയ വിന ക്യാൻസറാണ്. നമ്മുടെ നാട്ടിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതിനു പുറമെ പാരഫിൻ സ്ഥിരമായി ഉള്ളിൽ ചെല്ലുന്നത് കരൾ രോഗങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകും. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ. നമ്മളെ രക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതായി മാറിയിരിക്കുകയാണ്. ഇത്തരം വെളിച്ചെണ്ണയും വ്യാജ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഓരോ ഉൽപ്പന്നം വാങ്ങുമ്പോഴും സൂക്ഷിച്ച് വാങ്ങുക. ലാഭവും ഓഫറും മാത്രം നോക്കുമ്പോൾ നശിക്കുന്നത് സ്വന്തം ആരോഗ്യമാണെന്ന് മറക്കേണ്ട. ലാഭത്തിലൂടെ ലഭിക്കുന്ന പണത്തേക്കാൾ വലുതാണ് ഒരിക്കൽ ഹോസ്പിറ്റലിൽ കയറിയാൽ വരുന്ന ബില്ലെന്ന് മാത്രം ഓർക്കുക. നമ്മളെ നമ്മൾ തന്നെ രക്ഷിക്കുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.